ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപർണ ആൽബി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓരോ സെഗ്മെന്റിലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, അതായത് സെഗ്മെന്റ് 1 പാർട്ട് 1, പാർട്ട് 2, സെഗ്മെന്റ് 2 പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അതുപോലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ പാർട്ട് 1 വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ വീഡിയോയിൽ പാർട്ട് 1 ഞാൻ പറയാൻ പോകുന്നത് വെച്ചാല്, ഇപ്പൊ നമ്മളൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യന്റിന് മരുന്ന് എഴുതണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, ഒരുപാട് നോളജ് വേണം. അതേപോലെ തന്നെ ടീച്ചർ ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് വേണം. അതായതാണ് നമുക്ക് ആദ്യം TTCയുടെ ട്രെയിനിങ് കോഴ്സ് ഒക്കെ തരുന്നത്. അതായത് ആദ്യം ഒരു ലെറ്റർ ഒക്കെ തരും പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ. അതായത് അംഗൻവാടി, LKG, UKGയിലൊക്കെ, അതായത് പല കോളേജുകളിലും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകണം. അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം നമ്മൾ നേരെ കയറുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പഠിപ്പിച്ച്, അല്ലെങ്കിൽ നമുക്ക് നോളജ് വേണം. അതായത് ആ പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നോളജ് വേണം അല്ലെ. അപ്പൊ അതേപോലെയല്ല നമ്മള് എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് പറയാൻ വന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് ആ സിനിമയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നില്ല. അതായത് ഇപ്പൊ ആ സിനിമ കാണണം, ആ സിനിമ കണ്ട് അതിനെ പറ്റിയിട്ടാണ് റിവ്യൂ ഇടുന്നത്. അതായത് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകണം, ആ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്തു, ആ സിനിമയൊക്കെ ആര് എഡിറ്റ് ചെയ്തു, അങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു സിനിമയുടെ റിവ്യൂ പറയണമെങ്കിൽ ആ സിനിമ നമ്മൾ കണ്ടിരിക്കണം, എന്നിട്ടാണ് നമ്മൾ ആ സിനിമയുടെ റിവ്യൂ പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഈ ഇൻട്രോ കൊടുക്കാൻ കാരണം, ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറയും, ഓ ഇവക്ക് ഇതിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇവളി പറയുന്നത് വിചാരിക്കുക. അതായത് ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പൊ നമ്മളൊരു സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് ആ സിനിമ ജസ്റ്റ് കണ്ടിരിക്കണം, ആ സിനിമയെ പറ്റി കുറച്ച് അറിയാം കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ഒരു സിനിമയ്ക്ക് റിവ്യൂ കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വേണമെന്നില്ല. അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്ന കാര്യമോ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് നോളജ് ഒന്നും. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി ഒരു ലൈം ജ്യൂസ് കുടിച്ചാൽ പോലും നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും അവര് നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒരു അറേഞ്ച് മാരേജിൽ കല്യാണം കഴിച്ചിട്ട് അവരെവിടെയും പോകുന്നില്ല, അവര് ഹാപ്പിയാണ്, അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ആരും നോക്കൂല. കാരണം അവർ അറേഞ്ച് മാരേജിലാണ്, പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ഡിസൈഡ് ചെയ്തെടുത്ത ലൈഫാണ്. അപ്പൊ അവരെ പറ്റി ആരും ഒന്നും ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് ഇവര് നമ്മളായിട്ട് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത ലൈഫ് ആവുമ്പോ അതിൽ അവര് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാല്, ഇവരെവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടോ, ഇവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇവർക്ക് മണി സേവിങ്സ് ഉണ്ടോ, ഇവർക്ക് മണി എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്ന കാര്യങ്ങള്. അപ്പൊ എനിക്ക് കെട്ടാൻ പോകുന്ന ഒളിച്ചോടി കെട്ടാൻ പോകുന്നവരോട് പറയാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ഏറ്റവും കൂടുതൽ മാക്സിമം സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം റിലേറ്റീവ്സിന്റെ, ഫാമിലി മെമ്പേഴ്സിന്റെ, നെയ്ബേഴ്സിന്റെ ഒക്കെ ഇടയിൽ ഒരു പറയാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാല് അവര് നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് അവര് പറയുന്നത്. അതായത് മറ്റുള്ളവർ പറയും എന്താണ്, നിങ്ങൾ നല്ല രീതിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്താണ് ഈ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത്? ഇപ്പൊ നമ്മളെവിടെയെങ്കിലും പോകുന്നു, നമ്മൾ ഫുഡ് കഴിക്കുന്നു, അതൊക്കെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ ആയിട്ട് ഇടുവാണെങ്കിൽ അവര് നല്ല രീതിക്ക് ജീവിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ അവരെപ്പോഴും കറക്കമാണ്. ഇതൊക്കെയാണ് മറ്റുള്ളവർ പറഞ്ഞത്, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ഈ രീതിക്കാണ്. അതായത് ഇപ്പൊ അറേഞ്ച് മാരേജ് ഇതൊന്നും ഒരിക്കലും ഇതൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നവരോടാണ് എനിക്ക് പറയേണ്ടത്. അതല്ല, ഇതൊന്നും ബോധേഡ് ആവാത്ത ആൾക്കാരുണ്ട്. നമ്മുടേതായ ഡിസിഷനും കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത്, അവരെ നോക്കാതെ നമ്മുടേതായ തീരുമാനത്തിൽ കല്യാണം കഴിച്ചത്. പിന്നെ എന്തിനു നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കണം? നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മൾ കെട്ടി, ഇനി അവരെ കാണിക്കാൻ വേണ്ടി. പോസിറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പം എവിടെ പോയി ഒന്നും ചെയ്തില്ലെങ്കിലും അവരുടെ ഫാമിലി ലൈഫിൽ അവര് ഹാപ്പിയാണ് എന്ന് നമ്മളെപ്പറ്റി അറിയുന്നവര് പറയും. പക്ഷെ അറിയാത്തവർക്ക് എപ്പോഴും നെഗറ്റീവ് പറയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അറിയുന്നവര് നെഗറ്റീവ് അറിയില്ല എന്ന് പറയുന്നില്ല. അപ്പൊ എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ ഇത്രേ പറയാനുള്ളൂ. മറ്റുള്ളവര് പലതും പറയും. അപ്പൊ അതിനെപ്പറ്റി ബോധേഡ് ആവുന്ന ആൾക്കാർക്കാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ബോധേഡ് ആവാത്ത ആൾക്കാർ പിന്നെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, മറ്റുള്ളവർ നമുക്ക് ചെലവിന് തരുന്നില്ല. നമ്മൾ നമ്മുടെ
ലൈഫ് ഡിസൈഡ് ചെയ്തു നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ പാർട്ട് 2 പോവാം. അപ്പൊ പാർട്ട് 2 എനിക്ക് പറയാനുള്ളത്, പാർട്ട് 1 ഞാൻ പറഞ്ഞതുപോലെ പാർട്ട് 2 പാർട്ട് 1 ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് പറയാണ്. അതായത് നമുക്ക് മണിയാണ് എല്ലാത്തിന്റെയും ബേസ്. അതായത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരുപാട് അതുപോലെ മണി വേണം. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പാർട്ട് 1 പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റില്ല. മണി ഈസ് ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. അതിപ്പം എങ്ങനെ കല്യാണം കഴിച്ചാലും മണി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് സ്നേഹം മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒന്നുമല്ല. നമ്മളിപ്പോ ഒരാളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അതായത് നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി ലൈം ജ്യൂസ് കുടിച്ചാൽ ഫോട്ടോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പോകണമെങ്കിൽ എന്ത് വേണം? മണി വേണം. അതായത് പെട്രോൾ അടിക്കണം, ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും പൈസ. അതായത് പെട്രോൾ അടിക്കാനും നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പൈസയും തിരിച്ച് ഇപ്പൊ ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോ എവിടെയെങ്കിലും ടൂർ വിട്ട് വരുമ്പോൾ അതായത് നമ്മുടെ ഫാമിലിത്തെ മെമ്പേഴ്സിന് ആർക്കാണെങ്കിലും എന്ത് മേടിക്കണം നമുക്ക് മണി വേണം അല്ലെ? നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിലും മണി വേണം. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യണമെങ്കിൽ, എവിടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് വേണം. അപ്പോൾ ഫസ്റ്റത്തെ സെഗ്മെന്റിൽ പാട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇൻകം വേണം. അല്ലാതെ നമുക്ക് വരവില്ലാതെ ചെലവ് ഇഷ്ടം പോലെ ആയിട്ട് കാര്യമില്ല. അപ്പം മണി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് ചെലവിന് തരാൻ ആരുമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെലവ് വേണം, ചെലവിനനുസരിച്ചുള്ള വരവ് വേണം, അതായത് ഇൻകം വേണം. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതിപ്പോ എങ്ങനെ കെട്ടിയാലും മണി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മണിയോട് ഏറ്റവും റെസ്പെക്ട് തോന്നുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലൊക്കെ സുഖമില്ലാതെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ടൈമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മണി ആവശ്യം വരുന്ന എല്ലാ സമയത്തും. നമുക്കൊരു വിശപ്പ് വരുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് മണി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒന്നാണ്. ആ സമയത്ത് നമുക്ക് സ്നേഹമൊന്നുമല്ല, ഒന്നുമല്ല. അതായത് നമ്മൾ സ്നേഹിച്ച് കെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കേണ്ട ഒന്ന്, സ്നേഹത്തിനെ പോലെ തന്നെ റെസ്പെക്ട് കൊടുക്കേണ്ട ഒന്നാണ് മണി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പൈസ ചെലവാക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോഴാണെങ്കിലും മണിക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി പാർട്ട് 3 സെഗ്മെന്റിലോട്ട് നമുക്ക് കിടക്കാം. പാർട്ട് 3 എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ്. അതായത് ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞവരെ നമ്മുടെ ലൈഫിലേക്ക് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊന്ന് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. അതായത് ഫ്രണ്ട്ഷിപ്പ് വരും, അതായത് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ലൈഫിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ പെണ്ണുങ്ങൾക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല. ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ, അതായത് ബോയ്സിന് ഒരേപോലെ വേറൊരു ബോയ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും കറങ്ങാൻ പോവാന്ന് പറയുമ്പോഴും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ഒരു ഗേളിന് എല്ലാ ഗേൾസിനും ഇപ്പൊ ഒരേപോലെ നമ്മുടെ ഭർത്താവ് കൂടെ വേണമെന്നായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഒരേ പോയിക്കൊണ്ടിരിക്കുന്നതിനും ഒരു ബോയ്സ് പാദയാത്ര എപ്പോഴും പണ്ട് വിളിക്കുന്നത് പോലെ, അതായത് ഫ്രണ്ട്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിഞ്ഞ ഒരാളെ പലപ്പോഴായിട്ട് പണ്ട് വിളിക്കുമ്പോൾ വരാറുണ്ട്, പണ്ട് കറങ്ങാൻ വരാറുണ്ട്, പണ്ട് ഒരേ വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട്, പണ്ട് അവൻ എന്റെ ഇങ്ങോട്ട് വിളിച്ച് എന്നെ വീട്ടിൽ ചെയ്യാറുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം അവന്റെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. പക്ഷെ ഇപ്പൊ അവൻ എന്നെ വിളിക്കുന്നില്ല, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ബിസിയാന്ന് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു കോപ്പറേറ്റീവ് ചെയ്യുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. അതായത് നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയാനോ ആക്കാനോ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇപ്പൊ ജോലിയുള്ള പെണ്ണാണെങ്കിലും ജോലി ഇല്ലാത്ത പെണ്ണാണെങ്കിലും വീട്ടിൽ കുത്തിരിക്കുന്നതാണെങ്കിലും എങ്ങനെയുള്ള ഗേൾസ് ആണെങ്കിലും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന് ഒരുപോലെ ഫോൺ വിളിക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, ഒരുപോലെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനും ഒരേ കണ്ടിന്യൂസ്ലി, അതായത് നമ്മുടെ വൈഫിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാതെ ഒരേ കണ്ടിന്യൂസ്ലി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിലൂടെ കറങ്ങുന്നത് ആർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഈ ബോയ്സിനോടും കൂടെ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ വൈഫിനാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പിനെ വേണ്ടെന്നല്ലാന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല പറയുന്നത്, അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വരവ് വേണം. അതായത് ഇൻകം ഒരുപാടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ വിളിച്ചു പോകാം, അല്ലെങ്കിൽ ഒരു കാറ് വിളിച്ചിട്ടാലും നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നൊരു 10 രൂപ ചോദിക്കാൻ വേണ്ടിയിട്ട്
ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പോലും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അല്ലെ ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെക്കാളും ചിലപ്പോൾ ഓടി വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സിനെക്കാളും ഓടി വരുന്ന ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ ആരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നമ്മളോട് നമ്മുടെ കൂടെ നമ്മുടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ മാക്സിമം നമ്മൾ അടുപ്പിക്കാനാണ് വേണ്ടത്. അല്ലാതെ അവരെ അകറ്റി നിർത്താനോ അവരിൽ നിന്ന് വെറുപ്പുണ്ടാക്കാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെയാണ് ഗേൾസിനോടും പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ വെറുപ്പിക്കാനല്ല നിൽക്കേണ്ടത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ അകറ്റാൻ വേണ്ടി ശ്രമിക്കുക. അവർ വീട്ടിലോട്ട് വരുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരിൽ നിന്ന് സ്നേഹം മാക്സിമം പിടിച്ചേറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോ അവർക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഓടി വരെ നമുക്ക് ആരെങ്കിലൊക്കെ കാണുള്ളൂ. കാരണം മണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ റിലേഷൻഷിപ്പിനും കൂടെ വാല്യൂ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് മണി ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുക. അതായത് മണി ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു അതായത് നമുക്ക് മണി വേണം അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും നമ്മൾ റിലേഷൻഷിപ്പിനാണെങ്കിലും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇൻക്ലൂഡ് എല്ലാത്തിനും നിങ്ങൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഓടി വരാനും ആരെങ്കിലൊക്കെ വേണ്ടേ. മണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് പ്രായമായി കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മണിയുണ്ട്. പക്ഷെ ആ മണി ആര് ചെലവാക്കും? നമുക്ക് ഇപ്പൊ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നോക്കണമെങ്കിൽ ആ മണി കൈകാര്യം ചെയ്യാൻ ആൾക്കാർ വേണ്ടേ. ഇപ്പൊ നമ്മള് ഒരു സെർവന്റിനെ വെക്കുവാണെങ്കിൽ ആ സെർവന്റിന് നമ്മുടെ കയ്യിൽ കുറെ പൈസ നമുക്ക് ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെ അച്ഛനെ അമ്മനെ ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇന്നത്തെ കാലത്ത് അതായത് യന്ത്രവൽക്കരണ ലോകത്ത് ജീവിക്കുന്ന പുതുതലമുറകളാണ് ഇപ്പൊ ഈ സമയത്തുള്ളത്. യന്ത്രവൽക്കരണ ലോകത്തെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ മൊബൈൽ ഫോണ്, കഞ്ചാവ് ഇതുപോലെ ലഹരി ഐറ്റംസിലൊക്കെ അടിമപ്പെട്ടു പോവുക, മൊബൈൽ ഫോണ് കാര്യങ്ങൾ അതിലൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഇന്നത്തെ കാലത്ത് ആൾക്കാരാണ് ഇപ്പൊ കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് മൊബൈലിൽ ഇപ്പം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കണം എല്ലാവരും. അപ്പൊ തൊട്ടിപ്പുറത്ത് എന്താ നടക്കുന്നത്, എന്താ സംസാരിക്കുന്നത് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഏർണിങ്സ് ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻകം ഉണ്ടെങ്കിലും നമ്മളൊക്കെ അത് ഒന്ന് ചെലവാക്കാൻ പറ്റാത്ത സമയത്ത്, പ്രായമായി കിടക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാനെങ്കിലും സ്വന്തം മക്കള് വേണം. മക്കളില്ലാത്തവർക്ക് റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണം. അപ്പം നമ്മുടെ കയ്യിൽ ഒരേ പൈസ ഉണ്ട്, നമ്മുടെ കയ്യിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ആരെയും ഒന്നും വേണ്ട എന്ന് വെച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ ആദ്യം മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ബേബിക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഞാൻ അമൃതം പൊടി കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അമൃതം പൊടി കൊടുത്തിട്ടില്ല എന്നല്ല, വല്ലപ്പോഴും കൊടുക്കും. പക്ഷെ ഞാൻ അധികം ന്യൂട്രി മിക്സ് പൊടിയാണ് കൊടുക്കുന്നത്, ഹെൽത്ത് മിക്സ്. അതായത് അതിൽ ഒരുപാട് ഐറ്റംസ് എക്സ്ട്രാ ഉണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അതിലുള്ള ഐറ്റംസ് എന്ന്. അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങി പൊടിച്ച് അതിന്റെ കൂടെ 100 ഗ്രാം അണ്ടിപ്പരിപ്പും 100 ഗ്രാം ബദാമും കൂടെ എക്സ്ട്രാ ആയിട്ട് പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് തന്നെ, ഇതാണ് ഹെൽത്ത് മിക്സ്, ഞാൻ ഇത് പൊടിച്ചെടുത്താണ്. എന്തൊക്കെയാ ഉള്ളതെന്ന് ഇതിനകത്ത് ഉണ്ട്. അതായത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നും ഇതിനകത്തുണ്ട്. ഞാൻ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്ലാസ് നേർപ്പിച്ച പാല് 1 ടീസ്പൂൺ, അതായത് 20 ഗ്രാം പൊടി ചേർത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കി ആവശ്യത്തിന് മാത്രം മധുരം ചേർത്ത് കഴിക്കാം. ഇതിൽ ഞാൻ ചേർക്കുന്നത് വെച്ചാല് കൽക്കണ്ടാണ്. മധുരം എന്ന് പറയുന്നത് പഞ്ചസാര അല്ല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പാലിന് പകരം ഹെൽത്ത് മിക്സ് പൊടി ജീരക വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് പാകപ്പെടുത്തിയും കഴിക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും ഒരു ഉത്തമ പോഷകാഹാരം എന്ന നിലയിൽ ഉപയോഗിക്കാവുന്നതാണ്. ലീഫ് ആൻഡ് റിലീഫ് റോയൽ ഹെൽത്ത് മിക്സ് പൗഡർ എന്നാണ് ഈ ഹെൽത്ത് മിക്സ് പൗഡറിന്റെ പേര് വരുന്നത്. ലീഫ് ആൻഡ് റിലീഫ് ഹെൽത്ത് മിക്സ് പൗഡർ. അതായത് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതായത് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നവർക്കൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പാല് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പൗഡർ. എനിക്ക് നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും 4 മണി കഴിഞ്ഞു, കൊച്ചിന് കുറുക്ക് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലെയുള്ള യൂട്യൂബ് ബിഗിനേഴ്സിന് നിങ്ങൾ ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാച്ച് ഹവേഴ്സ് കയറാനും മോണിറ്റൈസ് ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പം പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ കണ്ട് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം.
അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള പൊടി എടുക്കാം കേട്ടോ. കുറച്ചുള്ള ഒരു 2 സ്പൂണല്ല അതിലധികം പൊടി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം നന്നായിട്ട് ഒഴിച്ച് നല്ല രീതിക്ക് ഒരു വിസ്ക് അല്ലെങ്കിൽ ഒരു സ്പൂണോ, ഞാൻ വിസ്ക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടിയൊന്നും കട്ട പിടിക്കാത്ത രീതിയിൽ കണ്ടോ, നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ച് നല്ലോണം ഒഴിച്ച് കൊടുക്കണം, കുറച്ചൊന്നും പോരാ. വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് കുറേ സമയം എടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം നല്ലോണം ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് കുറുക്കി എടുക്കരുത്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് അധികം വെള്ളം ചേർത്ത് നല്ല രീതിക്ക് കുറുക്കി എടുത്ത് നല്ലോണം കട്ടിയായി വരുന്ന സമയത്താണ്, അപ്പം നല്ലോണം കുറുകി വരുന്ന സമയത്താണ് പാല് ചേർത്ത് കൽക്കണ്ടം ഇട്ട് കൊടുക്കുന്നത്. ചിലവർ പാലിൽ മാത്രം കുറുക്കി എടുക്കുന്നവരുണ്ട്, കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട്. അത് ഓരോരുത്തരുടെ ഇപ്പോൾ ചിലർക്ക് പാല് മാത്രം ചേർക്കുന്ന സമയത്ത് ഈ പെട്ടെന്ന് കഫക്കെട്ടൊക്കെ വരാൻ സാധ്യതയുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് ആവാനാകുമ്പോൾ കുറച്ച് പാലും കൂടെ ചേർത്ത് കൽക്കണ്ടം ഇട്ട് കൊടുക്കുക. പഞ്ചസാര മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കൽക്കണ്ടം മാത്രം ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കുക അടിയിൽ പൊടി. നല്ലോണം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇനി കുറുക്കിയെടുക്കാൻ വേണ്ടി ഗ്യാസ് എത്തിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. കുറേ സമയം ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം സിമ്മിലിട്ടിട്ട്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കുറേ സമയം കുറുക്കി വേവിച്ചെടുത്തിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പൊ നല്ലോണം കുറുകി ഇങ്ങനെ ഇടയ്ക്കേ ഉള്ള ഒരേ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ ഒന്ന്, 1 മിനിറ്റ് അല്ല, ഐ മീൻ ഒരു 10-20 സെക്കൻഡ് ഒക്കെ ഒന്ന് മാറിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാതിരിക്കുന്ന സമയത്താണ്. അപ്പം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒരു 10-20 സെക്കൻഡ് ഒക്കെ ഒന്ന് മാറി നോട്ട് കുഴപ്പമില്ല. വെള്ളം കുറച്ച് കുറയുന്ന സമയത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. കുട്ടികൾക്ക് കുടിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഇങ്ങനെ ലൂസായിട്ട്, ഒരുപാട് ലൂസല്ല ഒരുപാട് കട്ടിയല്ല, അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം.
തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സിമ്മിലിട്ട് വന്ന തിളയാണ്, തീ കൂട്ടി വെച്ചിട്ടേ ഇല്ല. സിമ്മിലിട്ടതിന് ശേഷം ഒരു ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റോളം ആവാനായി. പിന്നെ നിങ്ങളിപ്പോൾ കുറച്ച് പൊടി എടുക്കുന്നുള്ളൂ എങ്കിലും നല്ലോണം വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും മിനിമം സിമ്മിലിട്ട് ഇതുപോലെ തിള വരാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നല്ല രീതിക്ക് തിള വന്നാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം കരിഞ്ഞ് പോകാനുള്ള അടിക്ക് പിടിച്ച് കരിഞ്ഞ് മണമൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കുടിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, കരിഞ്ഞ ചൊവയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ടായിട്ടുണ്ട്. എന്നാലും ഒരു 4-5 മിനിറ്റോളം നമ്മൾ പിന്നെയും ഇതൊന്ന് നല്ല രീതിക്ക് കുറുക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം എനിക്കൊന്നൊരു 10 മിനിറ്റ് നമ്മളിത് ഇപ്പം തന്നെ കുറുക്കി വന്നിട്ടുണ്ട്. എന്നാലും ഒരു 15 മിനിറ്റോളം നമ്മൾ പിന്നെയും 15 ഒരു ടോട്ടൽ 15-20 മിനിറ്റോളം നമ്മൾ കുറുക്കിയെടുക്കാൻ പോവുക കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വെള്ളം അധികമായി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് അധികം കുറുക്കിയെടുക്കുന്നത്. അപ്പം ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കുറുക്കി എന്നുള്ളതൊന്നും പറ്റാനൊന്നും പോകില്ല. പക്ഷേ എന്നാലും ഒരു 5 മിനിറ്റൊക്കെ കുറുക്കി എടുക്കുന്നതിനേക്കാളും ഒരു 10-15 മിനിറ്റ് കുറുക്കി എടുക്കുന്നതാണ് ഏറ്റവും കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ബെറ്റർ.
അത്യാവശ്യം കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയാണ് നമുക്ക് ഇതിനകത്തോട്ട് പാലും കൽക്കണ്ടം ഇട്ട് കൊടുക്കേണ്ടത്. ഒരു മിനിറ്റും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്ത് അത്യാവശ്യം കുറച്ച് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. എത്രയാണോ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ പൊടിയും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അളവുണ്ടാവുമല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഒഴിച്ച് പാലിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് കൊടുക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരുപാട് പാലൊന്നും ഒഴിക്കുന്നില്ല, അത് അത്യാവശ്യം കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കുറുക്കിനൊരു വൈറ്റ് കളർ കിട്ടുന്ന രീതിക്ക്. ഇനി നമുക്കിനി ഇത് പിന്നെ 4-5 മിനിറ്റോളം കുറുക്കിയെടുക്കാം കേട്ടോ. കാരണം ഇത് വെള്ളം പോലെയാണ്. ഇപ്പോൾ പിന്നെയും കുറച്ച് വെള്ളം പോലെ ആയല്ലോ, അപ്പൊ ഇനിയും കുറച്ചും കൂടെ നല്ല രീതി, കാരണം ഇപ്പം നല്ല രീതിക്ക് കുറുകി കുടിക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് ഇനിയും ഒരു തിള വരുന്നത് പോലെ തിള വന്ന് കുറച്ച് കുറുകി നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് ഏത് കൺസിസ്റ്റൻസിയാണോ ഉണ്ടായത് ആ രീതിക്ക് നമുക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് കുറച്ചെടുക്കാം. ഒരുപാട് മധുരം ഇട്ട് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മളിത് താനിയക്കൂട്ട് പൊടിക്കുന്ന സമയത്ത് ഓൾറെഡി കുറച്ചൊരു ചെറിയ പാക്കറ്റ് കൽക്കണ്ടം ഉണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് മധുരം മാത്രം ഇട്ട് കൊടുക്കാം, കുറച്ച് ഇട്ട് കൊടുക്കാം. കാരണം പാലിനും മധുരം ഉണ്ടല്ലോ. മധുരം ഇട്ടിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഓവർ മധുരം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിന് രുചി ഉണ്ടാവില്ല കഴിക്കാൻ, തന്നെ കുടിക്കാൻ. അപ്പോൾ നല്ലപോലെ 2-3 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം.
അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കുറുക്കി കിട്ടിയിട്ടുണ്ട്. പാലൊഴിച്ചതിന് ശേഷം കുറുക്കി, അതിന് മുന്നേ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുറുക്കി, അതുപോലെ കൽക്കണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിക്ക് കുറുകി കിട്ടിയതുകൊണ്ട് തന്നെ ഒരു തരി പോലും കട്ട പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇളം ചൂടോടുകൂടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ കുറച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ അത് ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെയ്യുടെ ഫ്ലേവറാണ്. അപ്പം ചിലർക്ക് ഏലക്കയുടെ ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഉള്ളവർ കുറച്ചൊരു തരി ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. മാക്സിമം ഏലക്ക കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, കാരണം ചൂടാണ് ശരീരത്തിൽ. അപ്പം ഇവന് നെയ്യ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ഇളം ചൂടോടുകൂടി കൊടുക്കാം. അത്യാവശ്യം തണുത്ത് നേരെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലേക്ക് പോട്ടെ. ഈ ബേബി ഹെഡ് എന്തിയേ, നോസ് എന്തിയേ, ഇയർ എന്തിയേ, ലെഗ് എന്തിയേ, ലെഗ് കാല് പൊക്കി കാണിക്കും. കാണിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. പിന്നെന്താ ടീത്ത് എന്തിയേ, ടീത്ത് ഉള്ളിൽ കാണിക്കും, ഉള്ളിൽ. ഇനി ഇവൻ ഇതൊന്ന് കഴിപ്പിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. പുറകെ നടന്ന് കുളിപ്പിക്കണം. ഇതുണ്ട് കുറുകി വരുന്ന സമയത്ത് ഒരുപാട് കുറുകിയിട്ടൊന്നുമില്ല, അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പ് വരാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ നൂഡിൽസ് അധികം സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇപ്പി നൂഡിൽസിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറച്ചുകൂടെ വലിയ നൂഡിൽസാണ്. അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റാൻ, പക്ഷേ ഇതിന് നല്ലോണം വേവുണ്ട്. മറ്റേ നൂഡിൽസ് പോലെ അല്ല, ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളടുത്ത് സിമ്മിലിട്ടിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അറഞ്ചം പുറഞ്ഞാണ് മുറിച്ച് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയത്, കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് നല്ല നീളമുള്ള രീതിക്കാണ് അവർ അരിഞ്ഞ് വെക്കുന്നത്. പക്ഷെ ഞാനിതിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചത്. എടുത്ത പച്ചക്കറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം എടുക്കാം. കാബേജൊക്കെ എടുത്ത് മാക്സിമം പച്ചക്കറി ഇട്ടിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം പച്ചക്കറികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞപ്പം കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റോളം പിന്നെയും സിമ്മിലിട്ട് വേവിക്കുകയാണ്. അപ്പം ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ വെന്തോന്ന് ജസ്റ്റ് തൊട്ട് നോക്കി കേട്ടോ, വെന്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഉപ്പ് കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി പിന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റോളം പിന്നെയും സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാം കേട്ടോ.
ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി അതേ സെയിം പാത്രത്തിൽ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച്, അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച പച്ചക്കറി ഏതാ വെച്ചാൽ ഉള്ളി, തക്കാളി, അതുപോലെ ക്യാരറ്റ്, ഈ 3 പച്ചക്കറിയാണ് അരിഞ്ഞു വെച്ചത്. എനിക്ക് തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ അത് ഓപ്ഷനിലാണ്, പക്ഷേ എനിക്ക് തക്കാളി ഇടുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. ഭയങ്കര തക്കാളി ഇതുപോലെ നൂഡിൽസിൻ്റെ കൂടെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കുന്ന സമയത്ത്, അതായത് സോയ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ച് വഴറ്റിയെടുക്കുന്ന സമയത്ത് ആ പറ്റിപ്പിടിച്ചൊക്കെ ഇളക്കി വരും. അതായത് വേറൊന്നുമല്ല, അത് നമ്മുടെ നൂഡിൽസിൻ്റെ അത് പറ്റിപ്പിടിച്ചേക്കുന്നതാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഓയിൽ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ വേണ്ടടുത്ത് ഒരു 3-4 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തത് വെച്ചാൽ നമ്മുടെ ക്യാരറ്റും അതുപോലെ ഉള്ളിയും തക്കാളി എല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസും ഒഴിക്കാൻ പോകാം കേട്ടോ. ടൊമാറ്റോ സോസ് എൻ്റെ ഫ്ലേവർ എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ കുറച്ച് സോയ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോസ് ഒഴിച്ചത് കറക്റ്റ് അല്ല എന്ന് തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഈ നൂഡിൽസൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, നൂഡിൽസൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബാക്കി കുറച്ച് സോയാ സോസോ ടൊമാറ്റോ സോസോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. അതായത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത സോയാ സോസും ടൊമാറ്റോ സോസും കൂടാതെ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഇതിനകത്തോട്ട് ഇടുന്ന സമയം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടെ ടൊമാറ്റോ സോസും സോയാ സോസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല സോസ് ഒഴിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സോസ് ഫ്രണ്ടിൽ എടുത്ത് നിൽക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിക്കുമ്പോൾ കുരുമുളകിൻ്റെ അത് കുറച്ച് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് കൂടി 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ നൂഡിൽസിനേക്കാൾ ഇപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് കളർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്തോട്ട് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുരുമുളകിന് പകരം ഇപ്പോൾ ചില്ലി സോസ് ആഡ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചായയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ.
വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ടൊമാറ്റോ സോസും കൂടെ കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ചിക്കനോ മുട്ടയോ ആണെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അമ്മയുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് കറങ്ങിയിട്ട് വരാം. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാട്ടോ. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അമ്മയുടെ കോൾ വരുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ മഴയൊക്കെ കുറച്ച് തോർന്നു വന്ന സമയമായിരുന്നു. കാരണം രാവിലെ തൊട്ടേ മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ വൈകിട്ടാണ് ഞങ്ങൾക്കൊന്ന് പോകാൻ പറ്റിയത്. സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ ഫുഡ് അടിയിലോട്ട് പോയിട്ടാണ് വടയും പഴംപൊരിയും ചായയും കൂടെ കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. വരുന്ന സമയത്ത് കട്ട്ലേറ്റ് മേടിച്ചിട്ടോ. ഞാനും അമ്മ അങ്ങനെ നൈറ്റ് ഒരു കട്ടൻ ചായയും ചിക്കൻ കട്ട്ലേറ്റൊക്കെ കഴിച്ചു. ഇതാട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ എടുത്ത വീഡിയോസാണിത്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് വീഡിയോസ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബർത്ത്ഡേ വരുന്നത് 30-ാം തീയതിയാണ്. അപ്പോൾ ലീവ് കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ, അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു പോയി കാണാം. വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ നേരെ രാത്രി സമയം 10 മണിയാവാനായിട്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് നല്ല ഫുഡ് അടിയിലോട്ട് കടന്നത്. പൊറോട്ടയും ചില്ലി ചിക്കനും മേടിച്ചു കേട്ടോ. അപ്പം അതും കൂട്ടി നല്ലൊരു ഫുഡ് അടി കഴിഞ്ഞ് ഉറങ്ങാനുള്ള സമയത്തിലോട്ട് അടുത്തിരിക്കുകയാണ്. അപ്പം ഇന്ന് നല്ലോണം ഹെവി ഫുഡായിരുന്നു കേട്ടോ കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ലോണം ഫുഡ് കഴിച്ചു. ആ സമയത്താണ് കെട്ടിയോൻ്റെ വണ്ടി എടുത്തുകൊണ്ടുള്ള വരവ്. അതായത് കെട്ടിയോൻ നാഷണൽ പെർമിറ്റിൽ ഡ്രൈവറായതുകൊണ്ട് തന്നെ അവൻ്റെ വണ്ടി വീട്ടിൽ വെക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കൊച്ചിനാണെങ്കിൽ ആ വണ്ടി കയറാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആ വണ്ടി കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ.
തിരിച്ച് വരാൻ നേരം നല്ല മഴയാട്ടാ, നല്ല മഴ കിട്ടി. പക്ഷേ വണ്ടിക്കകത്തോണ്ട് തന്നെ കുഴപ്പമില്ല, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റി ഞങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആകെ ഒരു പ്രാവശ്യമാണ് മൈസൂർ ഞങ്ങൾ കൂട്ടിയിട്ട് പോയിട്ടുള്ളത്. ഇനി ഒരു പ്രാവശ്യം പോവുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വണ്ടിയിൽ പോവുകയാണെങ്കിൽ കുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു അടുത്തായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീഡിയോ അടുത്ത് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വിട്ടാൽ ഞങ്ങൾ.
വീഡിയോ ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് ഒരുമിച്ച് വേറെ വേറെ എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ് എല്ലാം ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇട്ടതേ ഉള്ളൂ. അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, അതായത് ആദ്യത്തെ സെഗ്മെന്റിൽ തന്നെ 1, 2, 3 എന്ന പാട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതിൽ ഞാൻ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ഇടാനാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ആണ് ചെയ്തത്. അതായത് ഞാൻ രാവിലെ കുറച്ച് കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത്. അതായത് ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെയാണ്. പക്ഷെ ഡേ ഇൻ മൈ ലൈഫിൽ രാവിലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പോയ കാര്യങ്ങളാണ്. പക്ഷെ രാവിലത്തെ അതായത് ആദ്യം ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ ഫാമിലി ലൈഫ്, ഫ്രണ്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതും മണീസും കാര്യങ്ങളും, അതായത് ക്യാഷിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ആദ്യത്തെ പാട്ടിൽ വന്നത്. രണ്ടാമത്തെ സെഗ്മെന്റിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാലും പക്ഷെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പം അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു ദിവസം മൊത്തം കൊച്ചിന് എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നു എന്നുള്ളൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചേക്കുന്നത് കൊച്ചിന് കുറുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. പിന്നെ അമ്മയുടെ കൂടെ ജസ്റ്റ് പുറത്ത് വന്ന് ഫുഡ് കഴിക്കുന്നൊക്കെയാണ്. രാത്രി കിടക്കാൻ നേരം വണ്ടിയിൽ, അതായത് നാഷണൽ പെർമിറ്റ് ഒരു ലോറിയിൽ അതിനകത്ത് ഉണ്ടാവുന്ന വീഡിയോസ്, അതായത് ഞങ്ങളുടെ അനുഭവങ്ങളും അതിനകത്തുള്ള കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു സെപ്പറേറ്റ്. പക്ഷേ വീഡിയോസ് ഇത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനകത്ത് തന്നെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബും ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എന്നെപ്പോലുള്ള ബിഗിനേഴ്സിന് നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നെയിം വരുന്ന അപർണ ആൽബിനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.